ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് ഒരു സെൽഫ് കെയർ ആട്ടോ. എനിക്ക് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യും, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ആദ്യം തന്നെ സ്കിൻ കെയർ ചെയ്യാം. ആദ്യം നന്നായിട്ട് മുഖം ഒന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്തതിന് നല്ല നമ്മുടെ സ്കിന്നൊന്ന് വെറ്റായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സ്ക്രബ്ബർ യൂസ് ചെയ്യാം. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കിട്ടുമല്ലോ, അതും ഷുഗറും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് യൂസ് ചെയ്യാമേ. നല്ല മണം കേട്ടോ. അപ്പം എടുക്കുക. അപ്പം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് ഇനി നമുക്ക് ഒന്ന് വാഷ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് വാഷൊക്കെ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഫേസ് പാക്ക് ഇടാമേ. നമ്മുടെ അടുത്ത സ്റ്റെപ്പിന് ഫേസ് പാക്ക് ആട്ടോ. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ കടലമാവിൻ്റെ പൊടിയോ അതൊക്കെ ഉണ്ടെങ്കിൽ അത് പാലിലോ വെള്ളത്തിലോ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യണം കേട്ടോ. ഇപ്പോൾ എൻ്റെ ഇതായതുകൊണ്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ എളുപ്പം പരിപാടി തീരും. നമുക്ക് അപ്ലൈ ചെയ്യാം.
നന്നായിട്ട് അപ്ലൈ ചെയ്യണം. ഫേസ് പാക്ക് ഏകദേശം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് ഡ്രൈ ആവണം. ആ സമയം കൊണ്ട് നമുക്ക് ഹെയർ മാസ്ക് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഹെയർ മാസ്കിന് ആവശ്യമായിട്ട് 4-5 ചെമ്പരത്തിപ്പൂ വേണമായിരുന്നു. അത് കിട്ടിയിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഫ്ലാക്സ് സീഡ് ഇടാം. ആദ്യം ഫ്ലാക്സ് സീഡ് നമുക്ക് അതിലിടാം. ഫ്ലാക്സ് സീഡ് ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഫ്ലാക്സ് സീഡ് ഇട്ട് നല്ലതായിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിൽ നമുക്ക് ചെമ്പരത്തിപ്പൂ വെച്ച് കൊടുക്കാവേ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഹെയർ മാസ്ക് ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ചൂടോടെ അരിച്ചെടുക്കാവേ. അപ്പോഴേക്ക് നമുക്ക് അതിൻ്റെ സത്തുകളെല്ലാം നമുക്ക് ഇന്നത്തോട്ട് അരിച്ചെടുത്തിടാവേ. ഇന്നലെ ജെല്ലാവൊന്നും ഉണ്ടായി ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഫേസ് പാക്ക് ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം. ഫേസൊക്കെ നന്നായി വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് ഹെയർ കെയർ ആണേ. അപ്പോൾ അത് അടുത്ത സ്റ്റെപ്പ് ഹെയർ കെയർ ആണ്. ഡെലിവറിക്ക് ശേഷം നന്നായിട്ട് മുടി കൊഴിഞ്ഞിട്ടുണ്ട്. കൊഴിഞ്ഞ് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. കാരണം കെയർ ചെയ്യാനുള്ള ടൈമില്ല. ഇനി വേണമെന്ന് കെയറൊക്കെ ചെയ്ത് സെറ്റാക്കാൻ മുടി. അപ്പം ഹെയർ കെയർ സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ഹെയർ ഓയിൽ ചെയ്യണം. അത് ചെയ്യാം.
വന്നിരിക്കുന്നു ജെല്ലി. ഫുള്ള് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ഹെയറിൽ അതിരിക്കട്ടെ. പിന്നെ ഒരു കാര്യം, വാഷ് ചെയ്യുമ്പോൾ ഷാമ്പുവോ കണ്ടീഷണറോ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിന് ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ചേട്ടാ ബൈ, സീ യു.